തൃശ്ശൂർ നഗരഹൃദയത്തിലെ ഒരു പെൺവാണിപ്പം, അവിടെ ഒരു കൊലപാതകവും. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അവിടെ ഒരു കൊലപാതകം നടന്നത്. തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്വരാജ് റൗണ്ടിനോട് ചേർന്ന് അവിടെ തിരക്കുള്ള സ്ഥലത്താണ് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നത്. കോരപ്പത്ത് ലൈനിലാണ് ഈ വീടുള്ളത്. അത് വാടകയ്ക്കെടുത്തിരിക്കുന്നത് ഒറീസ സ്വദേശികളായ 3-4 പേരാണ്. ഇവിടെ ഈ കോരപ്പത്ത് ഈ ലൈനിലെ വാടക വീട്ടിൽ അവിടെ 4 സ്ത്രീകളുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പെൺവാണിഭ കേന്ദ്രമാണെന്ന് നാട്ടുകാരറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. പലരും അന്യസംസ്ഥാന തൊഴിലാളികളവിടെ വന്നു പോകും, അവർ കസ്റ്റമറായിട്ട് വരും, പണം കൊടുക്കും, കാര്യം സാധിച്ച് പോകും. അങ്ങനെ വന്ന 3-4 പേര്, അതിലൊരാൾ ഒഡീഷ സ്വദേശി ധൻപതി നായിക് എന്ന 27-കാരനാണ് ദാരുണമായി അവിടെ കൊല്ലപ്പെട്ടത്. അവിടെ 4 സ്ത്രീകളും 2 പുരുഷന്മാരും ആ സമയത്ത് അവിടെയുണ്ട്. ഈ 4 സ്ത്രീകൾ ചെറുപ്പക്കാരികളാണ്. 21 വയസ്സുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ജൂൺ 18 വ്യാഴാഴ്ച രാത്രി 10 മണിക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ അവിടെ പെൺവാണിഭത്തിന് വന്നു. 3 സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഈ ധൻപതി നായിക്ക് അവിടെ എത്തിയത്. ഇയാൾ ബംഗാളിയാണെന്ന് എനിക്ക് സംശയം. സാമ്പത്തിക തർക്കം അവിടെ ഉണ്ടായി. കൂടുതൽ പൈസ വേണമെന്ന് പറയും. സ്വാഭാവികമായിട്ട് ഈ ഒറീസ സ്വദേശികളൊക്കെ അവർ ഡെയിലി വേജസുകാരാണ്, ആദ്യം പണമൊന്നും കാണത്തില്ല. അവരൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള പണം കൊടുത്ത് കാര്യം സാധിച്ച് പോകുന്നവരാണ്. അതിനെ സംബന്ധിച്ച് കൂടുതൽ പൈസ ഡിമാൻഡ് ചെയ്ത് തർക്കമായി കഴിഞ്ഞപ്പം ഈ സ്ത്രീകളെ അവിടെ സംരക്ഷിക്കുന്ന 3-4 പേരുണ്ട്. ഇവരെ അതിക്രൂരമായി 3 പേരെ മർദ്ദിച്ചു. മർദ്ദനം ഏറ്റിട്ടാണ് ഈ ഒഡീഷ സ്വദേശി ധൻപതി നായിക്ക് മരണപ്പെട്ടത്. തലയുടെ പിന്നിൽ വലിയൊരു ക്ഷതമേറ്റിരുന്നു. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 2 ദിവസം അവിടെ കിടന്നു. അതിനുശേഷം അയാൾ ഇന്നലെ മരണപ്പെട്ടു. അയാളുടെ കൂടെയുള്ള 2-3 പേരുണ്ടായിരുന്ന സുഹൃത്തുക്കൾ, അവർക്കും ചില പരിക്കുകളുണ്ട്. ഈ നായിക്കിന് തലക്കടിയേറ്റാണ് ഈ പരിക്ക് പറ്റിയിരിക്കുന്നത്. ധൻപതി നായികിനൊപ്പം അത് ബംഗാളിയാണെന്ന് എനിക്ക് തോന്നുന്ന ആ പേര് കേട്ടിട്ട് മക്കർ ഹാജി, തൃത്താദ് മാജി എന്നീ 2 പേർ കൂടെ പരിക്കേറ്റിട്ടുണ്ട്. ഇത് ഒരു പുതുമയുള്ള ഒരു പ്രോസ്റ്റിറ്റ്യൂഷനാണ്. കാരണം അവിടെ മലയാളിക്ക് പ്രവേശനമില്ല എന്നാണ് ഇപ്പം കാണുന്നത്. അത് നോർത്ത് ഇന്ത്യക്കാർ, അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു പെൺവാണിഭം കേരളത്തിൽ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് അത് കാണുന്നത്, ശ്രദ്ധിക്കുന്നത് തന്നെ. അതിൻ്റെ പുതുമ അവിടെയാണ്. നമുക്കാർക്കും അവിടെ പ്രവേശനമില്ല എന്നാണ് പറയുന്നത്. മലയാളികൾ പലരും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അവിടെ കംപ്ലീറ്റ് നോർത്ത് ഇന്ത്യക്കാർക്ക് മാത്രമായി റെസ്ട്രിക്ഷൻ ചെയ്തിട്ട്, അതുകൊണ്ട് ആരും നോർത്ത് ഇന്ത്യക്കാർ താമസിക്കുന്ന സ്ത്രീകൾ വന്നും പോവുകയൊക്കെ ഇരിക്കും. അത് ആരും ശ്രദ്ധിക്കാറില്ല. എറണാകുളത്ത് ഇതുപോലെ ഒരു പെൺവാണിഭം നടത്തി. നോർത്ത് ഇന്ത്യക്കാർ സ്ത്രീകളായിരുന്നു. ഒരു ഹോസ്പിറ്റലിനടുത്തായിരുന്നു. അതിനടുത്ത് എപ്പോഴും രോഗികൾ വന്ന് താമസിക്കുന്നതാണ്. അവിടെ സുലഭമായൊരു പെൺവാണിഭ കേന്ദ്രം നടത്തി. 1-2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്നു. വിദേശത്തുനിന്ന് വരെയാണ് അവർക്ക് ഇതിൻ്റെ കമ്മീഷൻ എത്തുന്നത്. അതിൻ്റെ സ്പോൺസർ ഒരു വിദേശിയാണ്, ഗൾഫിൽ എവിടെയുള്ള ആളാണ്. അപ്പം ഈസിയായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും ഇവർ പ്രയോഗിക്കുന്നുണ്ട്. എന്തായാലും 5 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. മോഹൻദാസ് നായിക്ക്, നോബി ഹുസൈൻ, മസൂല, നസ്രീൻ, മച്ചാലി, ഖാണ്ടൂർ എന്ന് പറഞ്ഞ 5 പേര് ഇവരുടെ കയ്യിലുണ്ട്. ഏതായാലും ഈ പെൺകുട്ടികളെ 4 പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവർക്ക് ഇതിനകത്ത് പങ്കുണ്ടോ ഇല്ല എന്ന് തീർച്ചയായിട്ടും അവർക്ക് പങ്കുണ്ടാവും. ഏതായാലും 5-4-9 പേര് ഇപ്പം പോലീസ് കസ്റ്റഡിയിലുണ്ട്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത എന്ന് കരുതുന്നു.